രണ്ടാം ദിവസത്തെ മഹാഭാരത യുദ്ധത്തിൽ ദ്രോണരും ദൃഷ്ടദ്യുമ്നനും ഏറ്റുമുട്ടുന്നു. രണ്ടുപേരും വിവിധങ്ങളായ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ദ്രോണർ അതിശക്തമായ അസ്ത്രങ്ങൾ ദൃഷ്ടദ്യുമ്നു നേരെ പ്രയോഗിച്ചത് കണ്ട് ഭീമസേനൻ ഓടിയെത്തി തൻ്റെ തേരിൽ അദ്ദേഹത്തെ കയറ്റി രക്ഷപ്പെടുത്തി. ദ്രോണർ ദൃഷ്ടദ്യുമ്നെ ദിവ്യാസ്ത്രം ഉപയോഗിച്ച് വധിക്കുവാൻ ശ്രമിച്ചെങ്കിലും അത് സഫലമായില്ല. ദുര്യോധനൻ ദ്രോണരെ സഹായിക്കുവാൻ വേണ്ടി കലിംഗനെ സൈന്യത്തോടെ അയക്കുന്നു. കലിംഗനും ഭീമസേനനും തമ്മിൽ അതിഭീകരമായ യുദ്ധം തന്നെ നടക്കുന്നു. ഭീമൻ തൻ്റെ ഭീമാകാരമായ ഗദയും എടുത്തുകൊണ്ട് കലിംഗ സൈന്യത്തിൽ കടന്നുകയറി സൈന്യങ്ങളെയെല്ലാം കൊന്നുവീഴ്ത്തി. ഒടുവിൽ ഭീമസേനൻ്റെ കൈകൾ കൊണ്ട് കലിംഗൻ മരണപ്പെട്ടു. അഭിമന്യുവും ദുര്യോധനപുത്രനായ ലക്ഷ്മണനും തമ്മിലായിരുന്നു പിന്നീടുള്ള യുദ്ധം. ഇരുഭാഗങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് രണ്ടുപേരും മുന്നോട്ട് കയറി. ലക്ഷ്മണൻ്റെ സഹായത്തിന് ദുര്യോധനനും അഭിമന്യുവിൻ്റെ സഹായത്തിന് അർജുനനും എത്തിയതോടുകൂടി അസാധാരണമായ ഒരു രംഗമാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഉണ്ടായത്.